കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിർത്തുമ്പോൾ ബേസ് ഇത്രയും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കണം. സോ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യണം. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. ഫസ്റ്റ് തന്നെ ഗൈസ്, ഈ സൈഡിലുള്ള പ്ലാറ്റ്ഫോം എല്ലാം ബെറിച്ച് വെച്ച് ഫില്ല് ചെയ്യാം. ബെറിച്ച് പ്ലാൻസ് വെച്ച്. സോ അതിനായി നമ്മുടെ നേരെ ബാക്കിയുള്ള ഫോറസ്റ്റിൽ പോയി കുറച്ചധികം ബെറിച്ച് ഏകദേശം 2 സ്റ്റാക്ക് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഓക്കാണ് വെട്ടിയത്, പിന്നെ എന്നാ മനസ്സിലാക്കിയത് ഓക്കല്ല ബെറിച്ചാണ് വേണ്ടത്. സോ പിന്നെയും പോയി രണ്ടാമത് വെട്ടിയിട്ട് വന്നതാണ് ഗൈസ്. ഇനി ഇത് ഫുള്ള് നമുക്ക് ഫില്ല് ചെയ്യണം ഗൈസ്. സോ ഗൈസ്, നമ്മളത് ഇവിടെ ചെറിയ വുഡ് കൊണ്ട് ഇവിടെ ഒരു സ്റ്റെയറും കൂടി പണിതിട്ടുണ്ട്. മേളിൽ ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഗൈസ്. സോ നമുക്കിനി കൂടുതൽ ഈ ഓക്ക് വേണം സൈഡിലൊക്കെ വെച്ച് ഫില്ല് ചെയ്യാൻ. സോ അതും കൂടി സെറ്റാക്കണം. സോ ഗൈസ്, അതിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടിയ കുറച്ച് സ്ട്രിങ് കൊണ്ട് സ്കഫോൾഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനെ അവിടെ നമ്മൾ നേരത്തെ വേണം നട്ട ബാമ്പു തന്നെ വെട്ടിയെടുത്ത് കുറച്ച് സ്കഫോൾഡിങ് ഉണ്ടാക്കി ഗൈസ്. ഓൾമോസ്റ്റ് 18 സ്കഫോൾഡിങ് നമുക്ക് കിട്ടി. നമുക്ക് മേളിലോട്ട് ഇറങ്ങാനും ഇത് വേണം, അല്ലെങ്കിൽ വെറുതെ ചാടി ചത്തു കുറേ ചാടി കഴിയുമ്പോൾ. ഫുഡ് ഫാം നമ്മൾ ചെയ്യാത്തതുകൊണ്ട് ഫുഡിന് ഇച്ചിരി ക്ഷാമമാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഫുഡ് ഫാം സെറ്റാക്കണം ഗൈസ്. സോ ഞാൻ ഇതും കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. സോ ഗൈസ്, നമുക്ക് ഈ മേളിലും താഴത്തെ പോലെ ഡീപ്പ് സ്ലേറ്റ് വെച്ച് ഫില്ല് ചെയ്യണം. സോ അതിന് നമുക്ക് ഡീപ്പ് സ്ലേറ്റ് മൈനിങ്ങിന് പോകണം ഗൈസ്. സോ ഞാൻ പോയി കുറച്ചധികം ഡീപ്പ് സ്ലേറ്റ് ഒപ്പിച്ചിട്ട് വരാം ഗൈസ്. സോ ഗൈസ്, ഞാൻ അപ്പോൾ ഒരു 3-4 സ്റ്റാക്കോളം ഡീപ്പ് സ്ലേറ്റ് ഒപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഏകദേശം ഒരു 3-4 സ്റ്റാക്ക് എന്തോ ഉണ്ട്. സോ ഇതിനി മേളിലും ഫുള്ള് ഫില്ല് ചെയ്യണം ഗൈസ്. സ്റ്റെയർ കുറച്ചും കൂടി വലുതാക്കണം, നല്ല ചെയ്യണം. സോ ഞാൻ ഇത് ഫില്ലാക്കിയിട്ട് വരാം. സോ ഗൈസ്, ബാക്കി വന്ന ഡീപ്പ് സ്ലേറ്റ് കൊണ്ട് ഞാൻ ഡീപ്പ് സ്ലേറ്റ് ടൈൽസ് ഉണ്ടാക്കി ഗൈസ്. സോ നമുക്ക് സൈഡിലെ വോൾസൊക്കെ പണിയാം. സോ ഗൈസ്, അതിൻ്റെ ഇടയിൽ സീനിയർ പറഞ്ഞപ്പോൾ ഞാൻ ലാവാ പോളിൻ്റെ അടുത്ത് പോയി ഒബ്സിഡിയം മൈൻ ചെയ്തു കുറച്ചധികം പോർട്ടലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. Stop it. Get some help. സോ ഗൈസ്, ഫൈനലി നമ്മൾ ഇവിടെ ഫുള്ള് ഡീപ്പ് സ്ലേറ്റും പിന്നെ ഈ ടഫ് ബ്രിക്സ് കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടെ ഫുള്ള് മറ്റേ സ്ട്രിപ്പാക്കി കൊടുക്കണം ഗൈസ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ തന്നെ. ഇവിടെ ഒരു റൂം, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വലിയ ഏരിയ, പിന്നെ ഇവിടെ നമ്മുടെ സ്റ്റോറേജ്. ഈ ഏരിയ ഫുള്ള് സ്റ്റോറേജാണ് ഗൈസ്. പിന്നെ ഇവിടുത്തെ ഡോറൊക്കെ ഒന്ന് വലുതാക്കണം ഗൈസ്. ഇവിടെ ഫുള്ളിന് ജസ്റ്റ് വെച്ച് ഫില്ല് ചെയ്യണം. അപ്പുറത്തും കൂടി ഒരു റൂമുണ്ട് ഗൈസ്. മേളിൽ നമ്മൾ എല്ലാം സ്റ്റെപ്പാക്കിയിട്ടുണ്ട്. സൈഡിലും അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ചും കൂടി ട്രേഡ് ആവശ്യം വന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി ഉള്ളിലോട്ട് കയറിയിട്ടാണ് മരം വെട്ടിയത് ഗൈസ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു സംഭവം കണ്ടു ഗൈസ്. സോ ഗൈസ്, അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ വേറൊരു പ്ലെയറിനെ കണ്ടു ഗൈസ്. പ്ലെയർ പറഞ്ഞത് അവിടെ ഏരിയ ഫുള്ള് ടെറാഫോം ചെയ്യണമായിരുന്നു, മരമൊക്കെ വെട്ടി. സോ എനിക്കപ്പോൾ ഈ ഏരിയയിൽ നിന്ന് മരം വെട്ടം എടുക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഉപകാരമായി, പ്ലെയറിന് ഉപകാരമായി ഗൈസ്. സോ ഗൈസ്, മൈനിങ്ങിനിടയിലുണ്ടായ കുറച്ച് സംഭവങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ ഗൈസ്, ഇത് നമ്മൾ ഓൾമോസ്റ്റ് ടഫ് വെച്ച് നമ്മുടെ സീലിംഗ് ഫില്ല് ചെയ്ത് തീരാറായി. ഇത്രയും നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി
ഗ്ലാസും കൂടി വെക്കണം താഴെയൊക്കെ. സോ അതും കൂടി സെറ്റാക്കിയിട്ട് വരാം. സോ ഗൈസ് നമ്മളിവിടെ ഫുള്ള് ഗ്ലാസ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. സോ ഇവിടെ നമ്മൾ സ്റ്റെയറൊക്കെ വെച്ച് ചെറിയ ഡിസൈൻ പോലെ കൊടുത്തു. ഫുള്ള് ഇവിടെയും ഗ്ലാസ് പെയിൻ വെച്ച് ഡിസൈനാക്കി. സോ ഇതാണ് നമ്മുടെ ഫൈനലല്ല, ഇപ്പോൾ ഫൈനലാണ്. സോ ഇത് ഞാൻ പിറ്റേ ദിവസമാണ് ബാക്കി റെക്കോർഡ് ചെയ്തത്. ഗ്ലാസ് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ കയറിയത് സെർവറിൽ. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അടുത്ത എപ്പിസോഡായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.